വെൽക്കം ടു ഗ്രേഡിയൻറ്റ് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ആൻഡ് ഫോഴ്സ്. ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് മോഷൻ അല്ലെങ്കിൽ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ചലനത്തിന് കാരണമാകുന്ന ഫോഴ്സ് എന്നാൽ എന്താണെന്ന്, ഇങ്ങനെയുള്ള രണ്ട് രസകരമായുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അറിയാലോ, വലിച്ചു നീട്ടലുകളൊന്നുമില്ല, നമ്മൾ നേരെ എന്ത് ചെയ്യുകയാണ്, ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നോട്ട് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ടെലഗ്രാം ഇല്ലെങ്കിൽ മാത്രം, വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം മെസ്സേജുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ റിപ്ലൈ കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. സോ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ടാണ് പറയുന്നത്, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നോട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്ന നോട്ടുകളൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മോഷൻ ആൻഡ് ഫോഴ്സിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മോഷൻ എന്നാണ്. ഓക്കെ, എന്താണ് മോഷൻ അല്ലെങ്കിൽ എന്താണ് ചലനം എന്ന് പറഞ്ഞാലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. നമ്മുടെ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സീറ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലേ. സാധാരണ ക്ലാസ് ടീച്ചർ വരുമ്പോഴത്തേക്കും അല്ലേ, ടീച്ചർ പെട്ടെന്ന് ക്ലാസ്സിൽ കയറി വരുമ്പോഴത്തേക്കും നോക്കും അല്ലേ, ഇവനെ ഞാൻ ഇവിടെ അല്ലല്ലോ ഇവിടെ നേരത്തെ ഇരുത്തിയിരുന്നത് അല്ലേ, സീറ്റ് മാറിയിരിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, പിടിച്ച് മാറ്റിയിരുത്താറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റ് ചലിച്ചു എന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചലനം അല്ലെങ്കിൽ മോഷൻ എന്ന് പറഞ്ഞാലും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ എന്ത് വരുന്നു, മാറ്റം വരുന്നു. ഒരു ഒബ്ജക്റ്റിൻ്റെ എന്തിൽ മാറ്റം വരുന്നു, പൊസിഷനിൽ മാറ്റം വരുന്നു. ആദ്യം ഇരുന്നത് ഇവിടെയാണ്, ഇപ്പോൾ മാറി ഇപ്പുറത്തിരിക്കുന്നു. സോ പൊസിഷനിൽ എന്ത് വന്നു, മാറ്റം വന്നു. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, അവിടെ മൂവ്മെൻറ്റ് നടന്നു, അവിടെ മോഷൻ നടന്നു. പക്ഷെ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ? ഇല്ല, അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. ഒബ്ജക്റ്റ് ചലിച്ചു എന്ന് പറയാൻ പൊസിഷൻ മാറിയെന്ന് മാത്രം പറഞ്ഞാൽ പോലെ, ഒരു കാര്യം കൂടെ പറയണം. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി പൊസിഷൻ മാറി? സോ അതിനെന്ത് വേണം, ഒരു സറൗണ്ടിങ് വേണം അല്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം, ഒരു ചുറ്റുപാട് വേണം അല്ലേ. ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പണിയാണ്, നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഒരു ബസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഒരു ബസ് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇതിവിടെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഓക്കെ, ഇവിടെ എന്തുവാണ്, ഒരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ ഒരു പയ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഒരു വായി നോക്കിയായ ഒരു പാവം ഒരു പയ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കിയപ്പം ബസ്സിലേക്ക് ഇതാ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇങ്ങനെ സീറ്റ് ഇരിക്കുകയാണ്. നേരെ നോട്ടം എങ്ങോട്ടാണ്, പെൺകുട്ടിയുടെ അടുത്തോട്ടാണ്. ആ പെൺകുട്ടി ഇരിക്കുന്നതിന് തൊട്ട് അപ്പുറത്തെ സീറ്റിലായിട്ട് ഇതിൻ്റെ കൂട്ടുകാരനും ഇരിപ്പുണ്ട്. ഇവൻ്റെ കൂട്ടുകാരനും ഇരിപ്പുണ്ട്. അവനും ആരെ തന്നെയാണ് നോക്കുന്നത്, ആ പെൺകുട്ടിയാണ് നോക്കുന്നത്. ഡബിൾ ബെല്ലടിച്ചു, ബസ് എടുത്തു. ബസ് എന്ത് ചെയ്തു, മുന്നോട്ട് പോയി. ഇവൻ നോക്കുമ്പോൾ എന്താ പറ്റുന്നത്, പെൺകുട്ടി നേരെ മുന്നോട്ട് ഇതാ പോയി, ടാറ്റ പോലും തന്നില്ല, ആകെ സങ്കടം. എന്നാൽ കൂട്ടുകാരന് ജാക്ക്പോട്ട് അടിച്ചു. കൂട്ടുകാരൻ നോക്കുമ്പോൾ എന്താണ്, പെൺകുട്ടിക്ക് മാറ്റമൊന്നുമില്ല, അവളെ പഴയ സീറ്റിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? അപ്പോൾ ഇവൻ പറയും, ഒന്നാമത്തെ ആൾ പറയും, ആ കുട്ടി എന്ത് ചെയ്തു, മൂവ് ചെയ്തു, അവിടെ മോഷൻ സംഭവിച്ചു. എന്നാൽ ഈ ഇരിക്കുന്ന കൂട്ടുകാരനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചോദിച്ചാൽ അവൻ പറയും, മാറിയിട്ടൊന്നുമില്ല, ആ കുട്ടി അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. എവിടെയാണ്, പ്രശ്നത്തിൽ തന്നെയാണ്. അപ്പോൾ മനസ്സിലായോ, റെഫറൻസിൻ്റെ നമുക്കിത് പറയുമ്പോൾ ഒരു റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യത്തെ പറ്റിയുള്ള ആ ഒരു എന്താ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ചലിച്ചു എന്ന് പറയാൻ നമ്മൾ അതിൻ്റെ പൊസിഷൻ മാറിയത് മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൂടെ പറയണം, അതിൻ്റെ റെഫറൻസ് കൂടെ പറയണം. ഇവിടെ നോക്കിയേ, ഈ കാണുന്ന സാധനം മേരി ഗോ റൗണ്ട് എന്ന് പറയുന്ന സാധനം അല്ലെ, മേരി ഗോ റൗണ്ട്, ഇങ്ങനെ കറങ്ങുന്ന ജൈൻറ്റ് വീൽ എന്നൊക്കെ പറയും. ഇതിനകത്ത് എന്താണ്, ഇങ്ങനെ ആൾ മൂവ് ചെയ്യുകയാണ്, കുതിരപ്പുറത്ത് ഒരാൾ പോവുകയാണ്, ലോറിയിൽ തടികയറ്റി പോകുന്നുണ്ട്, ഒരു കിളി ഒരു ചുള്ളിക്കഷ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോളാർ സിസ്റ്റത്തിനകത്ത് പ്ലാനറ്റുകൾ കറങ്ങുന്ന ടേബിളിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് ചേഞ്ചിങ് പൊസിഷൻ റിലേറ്റഡ് ടു ദ സറൗണ്ടിങ് ഏതൊക്കെയായിരിക്കും? ഈ പറയുന്ന ടേബിളിൽ ഇരിക്കുന്ന ബുക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സറൗണ്ടിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോളാർ സിസ്റ്റത്തെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് പ്ലാനറ്റ് ചേഞ്ച് ചെയ്യുന്ന എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ റെഫറൻസ് പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒറ്റ കാര്യം നോക്കിയിടാം. എന്താണ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഷൻ മീൻസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഷൻ എന്ന് പറയുന്നത്. പക്ഷേ മോഷൻ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു റെഫറൻസ് ഒബ്ജക്റ്റ് വേണം അല്ലേ. വി ഡിസൈഡ് ഇഫ് സംതിങ് ഈസ് മൂവിങ് ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് എ റെഫറൻസ് ഒബ്ജക്റ്റ്. റെഫറൻസ് വെച്ചേ പറയാൻ പറ്റുള്ളൂ. ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും കുട്ടി മൂവ് ചെയ്തു, മോഷനാണ്. പക്ഷേ ബസ്സിൻ്റെ അടുത്തിരുന്ന സീറ്റിൽ നിന്ന് നോക്കിയപ്പോൾ മൂവ് ചെയ്തില്ല, കാരണം അവൻ്റെ റെഫറൻസ് എന്ന് പറയുന്ന ബസ്സായിരുന്നു. ബസ്സിനകത്ത് ആ കുട്ടി മൂവ് ചെയ്തോ, ഇല്ല. അപ്പോൾ റെഫറൻസ് പോയിന്റ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എന്താ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, the object taken to determine if another object is at a rest or motion. മറ്റൊരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ മോഷനിലാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന റെഫറൻസ് ആയിരിക്കുന്ന വ്യക്തി ആരോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആരോ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ച് ഈ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കാം. ചൈൽഡ് ഓൺ എ മൂവിങ് ജൈൻറ്റ് വീൽ.
ഒരു മൂവിങ് ജൈൻറ്റ് വീലിൽ എന്ത് ചെയ്യുകയാണ്, ഒരു കുട്ടി ഇരിക്കുകയാണ്. ഇതാ ഇവിടെ കണ്ടോ, കുട്ടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രത്യേകത? റഫറൻസ് എന്ന് പറയുന്നത് മാറ്റുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിലും റെസ്റ്റിലും വരുന്ന ചേഞ്ചിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു പെട്ടിക്കകത്ത് ഒരു കുട്ടി ഇരിക്കുന്നു, കുട്ടിയുടെ ഓപ്പോസിറ്റ് മറ്റൊരു കുട്ടി ഇരിക്കുന്നു. ഈ രണ്ട് കുട്ടികളും കൂടി ഈ പറയുന്ന ഗോ റൗണ്ടിൽ കാണില്ല, ഈ പറയുന്ന ജൈൻറ്റ് വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കുകയാണ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റേ കുട്ടി ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ മോഷനിലാണോ? ഈ കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കുട്ടി, അല്ലെങ്കിൽ ഈ കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കുട്ടി റെസ്റ്റിലാണോ മോഷനിലാണോ? നമ്മൾ പറയും സാറേ റെസ്റ്റിലാണ്. എന്തിലാണ്? റെസ്റ്റിലാണ്, അവൻ മൂവ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ? പരസ്പരം നോക്കുമ്പോൾ ആദ്യം ഒരു ഇടത്ത് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്, മാറ്റമൊന്നുമില്ല. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. എന്നാൽ ഈ പറയുന്ന താഴെ നിന്ന് ഒരുത്തർ ഈ വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അപേക്ഷിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യാണ്? വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അവരെന്തിലാണ്? മോഷനിലാണ്. അപ്പോൾ റെഫറൻസ് പോയിന്റ് കുട്ടിയാണെങ്കിൽ റെസ്റ്റ്, പേഴ്സൺ ആണെങ്കിൽ മൂവിങ്. സോ റെഫറൻസ് മാറിയാൽ ചലനത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ മാറും. എ പേഴ്സൺ റൈഡിങ് എ ഹോഴ്സ്. കുതിരപ്പുറത്ത് പോകുന്ന ആൾ. കുതിരയെ വെച്ച് നോക്കുമ്പോൾ ആ കുതിര പറയുകയാണ് ഇവരൊരു മാറ്റവും ഇല്ല, ഈ വെയിറ്റുള്ള ഈ തടിമാടൻ എൻ്റെ പുറത്ത് തന്നെ ഇരിക്കുകയാണ്, എന്താണ്? ഒരു മാറ്റവും ഇല്ല. കുതിരയെ വെച്ച് നോക്കുമ്പോൾ റെസ്റ്റിലാണ്. എന്നാൽ തറയെ വെച്ച് നോക്കുമ്പോൾ, ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? കുതിരയും കുതിരക്കാരനും മൂവ് ചെയ്യാണ്. പിടികിട്ടുന്നുണ്ടോ? ട്വിഗ് ഇൻ ദ ബീക്ക് ഓഫ് എ ഫ്ലൈയിങ് ബേർഡ്. പറക്കുന്ന കിളിയുടെ ചുണ്ടിലിരിക്കുന്ന എന്ത്? ആ കമ്പ്. കിളിയെ വെച്ച് നോക്കുമ്പോൾ അതിന് മാറ്റമൊന്നുമില്ല, അതെന്ത് തന്നെ ഇരിക്കുകയാണ്? റെസ്റ്റ് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ താഴെ നിന്ന് നോക്കുന്ന ഒരാൾ കിളി ഇങ്ങനെ പറന്ന് പോവുകയാണ്, എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യുകയാണ്. എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം അല്ലേ? എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി അല്ലേ, സോറി അങ്ങനെയല്ലേ പറയുന്നത്, എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. എർത്ത് സോളാർ സിസ്റ്റം ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂര്യൻ എന്ത് ചെയ്യണം? സൂര്യൻ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പാരന്റ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജോഗ്രഫി പഠിച്ചു. സത്യത്തിൽ മൂവ് ചെയ്യുന്നില്ലെങ്കിലും മൂണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? നമ്മൾ മൂണിനെ നോക്കിക്കഴിഞ്ഞാൽ, മൂണിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഭൂമി എന്ത് ചെയ്യണം? മൂണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി എന്ത് ചെയ്യണം? റെസ്റ്റിലിരിക്കുകയാണ് അല്ലേ? എന്തിരിക്കുകയാണ്? റെസ്റ്റിലിരിക്കുകയാണ് അല്ലേ? ഭൂമി നോക്കുമ്പോൾ മനസ്സിലായോ പറഞ്ഞത്? എർത്ത് നമ്മൾ നോക്കുകയാണേ. സോറി, ഇവിടെ തിരിഞ്ഞു പോയല്ലേ ഞാൻ പറഞ്ഞപ്പോൾ. ഒന്ന് നോക്കി, ഭൂമിയെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി എന്ത് ചെയ്യാണ്? വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി എന്ത് ചെയ്യണം? മൂവ് ചെയ്യണോ റെസ്റ്റ് ചെയ്യണോ? ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി എന്ത് ചെയ്യായിരിക്കും? റെസ്റ്റിലിരിക്കുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്, അനങ്ങുന്നതായിട്ട് തോന്നത്തില്ല. എ ലോറി ഓഫ് വുഡ് ഇൻ ദ മൂവിങ് ലോറി. ലോറി അപേക്ഷിച്ച് നോക്കുമ്പോൾ തടി എന്താണ്? തടി റെസ്റ്റിലാണ്. കോളം മാറിയില്ലല്ലോ, റെസ്റ്റിലാണ്. എന്നാൽ ട്രീസ് ഓൺ ദ എയ്തർ സൈഡ്, പുറത്തുള്ള മരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലോറി ഇങ്ങനെ പൂന്ന് മൂവ് ചെയ്യുകയാണ്, എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യുകയാണ്. ബുക്ക് ഓൺ ദ ടേബിൾ. ടേബിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബുക്ക് എന്ത് ചെയ്യാണ്? ബുക്ക് റെസ്റ്റിലാണ്. ഓക്കെ, ടേബിൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബുക്ക് റെസ്റ്റിലാണ്. സൂര്യൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂര്യൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭൂമി കറങ്ങുകയല്ലേ? അപ്പോൾ എന്ത് ചെയ്യാണ്? ബുക്കും കറങ്ങിക്കൊണ്ടിരിക്കട്ടെ, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ടേക്കൺ ടു ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് റെഫറൻസ് പോയിന്റ്. അപ്പോൾ മോഷനും റെഫറൻസും പിടികിട്ടിയോ? ഒരു ഒബ്ജക്റ്റ് സമയത്തിനനുസരിച്ച് അതിൻ്റെ പൊസിഷനിൽ മാറ്റം വന്നാൽ അത് മോഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ എടുക്കുന്ന റെഫറൻസ് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഫറൻസ് പോയിന്റും കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് മോഷൻ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ? ഇതാ ഇവിടുത്തെ ടേബിൾ ഞാനിവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചലിച്ചത് പഠിച്ചു, മൂവ്മെൻറ്റ് പഠിച്ചു. അപ്പോൾ അതിന് അടുത്ത ചോദ്യം എന്താ? എത്രത്തോളമാണ് മൂവ് ചെയ്തത് അല്ലേ? എത്രയാണ് മൂവ് ചെയ്തത്? എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? എത്ര വേഗത്തിലാണ് മൂവ് ചെയ്തത് അല്ലേ? അതിൽ ഓരോ ചോദ്യങ്ങളിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എത്ര ദൂരം മൂവ് ചെയ്തു? ഒരു ഒബ്ജക്റ്റ് ആദ്യം വരുന്ന പൊസിഷനിൽ നിന്നും എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ്. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ്. ലെങ്ത് അളക്കുന്ന SI യൂണിറ്റ് ഏതാ? മീറ്ററാ. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മളത് പഠിച്ചതാണ്, സെറ്റാണ്. ഇതാ കണ്ടോ, നിങ്ങൾ വണ്ടികളിലൊക്കെ ഇങ്ങനൊരു സാധനം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ പുതിയ വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ സർവീസൊക്കെ നോക്കുമ്പോൾ പറയും അല്ലേ, ഒന്നുകിൽ 3 മാസത്തിനകത്ത് സർവീസിന് കൊണ്ടുവരണം, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ തികയുമ്പോൾ സർവീസ് കൊണ്ടുവരണം. ഈ 1000 കിലോമീറ്റർ തികഞ്ഞു നോക്കാൻ നമ്മൾ ഈ നമ്പർ, ഈ പറയുന്ന പഴയ മീറ്റർ ബോർഡുള്ള വണ്ടിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോക്സിനകത്ത് കാണും. ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റലായിട്ട് ഓഡോ എന്ന് എഴുതി കാണിക്കും. ഓഡോ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാവും. ഈ മീറ്ററിൻ്റെ പേരാണ് ഓഡോമീറ്റർ. എന്ത് മീറ്ററാണ്? ഓടുന്നതിൻ്റെ അളവ് കാണിക്കുന്ന മീറ്റർ ഓഡോമീറ്റർ. ഓഡോമീറ്റർ എന്ത് കാണിക്കും? ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരത്തെ കാണിക്കും. എന്ത് കാണിക്കും? ദൂരത്തെ കാണിക്കുന്ന മീറ്ററാണ് എന്തെന്ന് പറയുന്നത്? ഓഡോമീറ്റർ എന്ന് പറയും. അപ്പോൾ എന്താ ഡിസ്റ്റൻസ്? ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അത് മീറ്ററിലാണ് നമ്മൾ അളക്കുന്നത്. 1 കിലോമീറ്റർ എന്നാൽ അത് 1000 മീറ്റർ ആണ്. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്.
അപ്പോൾ ചോദിക്കുക എന്താണ് ഈ ഓഡോമീറ്റർ? വണ്ടി എത്ര ഓടി എന്ന് പറയുന്ന മീറ്റർ ഓഡോമീറ്റർ. എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഓഡോമീറ്റർ. അളക്കുന്ന എന്തിലാണ്? കിലോമീറ്ററിലാണ്. എന്താണ്? കിലോമീറ്ററിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പോയിന്റുകൾ ഒന്ന് പറഞ്ഞ് എന്തൊക്കെ പഠിച്ചു? ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിലുണ്ടാകുന്ന ചേഞ്ച് സറൗണ്ടിങ്ങിനനുസരിച്ച് നമ്മളതിനെ എന്ത് വിളിക്കും? മോഷൻ എന്ന് വിളിക്കും. ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനെങ്കിൽ അത് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? അത് മോഷനിൽ ആയിരിക്കും. സോ പറയാൻ എന്ത് വേണം? ഒരു റെഫറൻസ് ഒബ്ജക്റ്റ് വേണം. ഡിസൈഡ് മോഷൻ, അല്ലെ മോഷൻ ഡിസൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? റെഫറൻസ് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ട്രെയിൻ പോകുന്ന ദൂരങ്ങൾ കണ്ടോ? ഇവിടെ നോക്കിയേ, ഒബ്ജക്റ്റ് സഞ്ചരിച്ച ദൂരം എയിൽ നിന്നപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? 0 കിലോമീറ്റർ. ബിയിലെത്തിയപ്പോൾ 60 കിലോമീറ്റർ സഞ്ചരിച്ചു. സിയിലെത്തിയപ്പോൾ 110 കിലോമീറ്റർ സഞ്ചരിച്ചു. ഡിയിലെത്തിയപ്പോൾ 150, അല്ലേ? റീച്ചിങ് 150. മറ്റെത്തിയപ്പോൾ എത്ര? 250. എഫിലെത്തിയപ്പോഴോ 320 കിലോമീറ്റർ ദൂരം വണ്ടി എന്ത് ചെയ്തു? സഞ്ചരിച്ചു എന്ന് പറയാം. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ആയി, അല്ലേ? എന്താണ്? ദൂരം കിട്ടി. ഇനിയാണ് വേഗതയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കുന്നത്? സ്പീഡ് എന്ന് വിളിക്കുന്നത്, അല്ലേ? എന്താണ് സ്പീഡ്? അപ്പം ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. ഇവിടെ ഒരു ആമയുണ്ട്, ഇവിടെ ഒരു മുയലുണ്ട്. ആമയുണ്ട്, മുയലുണ്ട്. ആമയും മുയലും 100 മീറ്റർ റേസിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എത്ര മീറ്റർ റേസിൽ പങ്കെടുക്കാൻ പോവുകയാണ്? 100 മീറ്റർ റേസിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ പറയടാ, ആദ്യം ഇവിടെ എത്തുന്ന ആരായിരിക്കും? ആമയായിരിക്കും, മുയലായിരിക്കും? ഓഫ് കോഴ്സ് ആര് തന്നെ ആയിരിക്കും? നമ്മുടെ റാബിറ്റ് ആയിരിക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, സാറേ കഥയിൽ അങ്ങനെയല്ലല്ലോ. കഥയിൽ ഏതോ ഒരു മടിയനായിട്ടുള്ള ഒരു മുയലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ മുയലുകളും അറിഞ്ഞുണ്ടല്ലോ. അങ്ങനെ ആവണമെന്നില്ലല്ലോ. അത് മാത്രമല്ല, ആ കഥ ഈ മുയലിൽ അറിയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? പുള്ളി ഇടയ്ക്ക് റെസ്റ്റ് ഒന്നും എടുത്തില്ല. 100 മീറ്റർ റേസല്ലേ, നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. മാരത്തോണൊന്നുമല്ല, നേരെ ഒറ്റ ഓട്ടം. ആരോ ജയിക്കും? റാബിറ്റ് ജയിക്കും. അപ്പോൾ നിങ്ങൾ പറയടാ, ഏറ്റവും കുറവ് സമയം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് എത്തിയത് ആരായിരിക്കും? അത് നമ്മുടെ റാബിറ്റ് ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഉസൈൻ ബോൾട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ദൂരം സഞ്ചരിക്കുന്ന ആൾക്ക് സ്പീഡ് കൂടുതലാണെന്ന് നമ്മൾ പറയും. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയും? നമ്മൾ പറയും, അപ്പോൾ സ്പീഡിന് സമയമായിട്ട് ബന്ധമുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു ഇൻ ദ ഗിവൻ ടൈം. തന്നിട്ടുള്ള സമയത്തിൽ ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പീഡ്. അപ്പോൾ സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിൻ്റെ യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം. എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. സോ സ്പീഡ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്തോ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ? വേറൊന്നുമില്ല, മൊത്തം ദൂരം ഡിവൈഡഡ് ബൈ മൊത്തം സമയം ചെയ്താൽ മതി. നമുക്ക് 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കിട്ടും. അത് തന്നെയാണ് സത്യത്തിൽ എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയടാ, സ്പീഡിൻ്റെ യൂണിറ്റ് എങ്ങനെ എടുക്കും? അപ്പോൾ നമുക്കറിയാം, സ്പീഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? ടൈമാണ്. എന്നാൽ നിങ്ങൾ പറയടാ, സ്പീഡിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, അത് സാറേ മീറ്ററാണ്. ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? അത് സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? അത് മീറ്റർ ബൈ സെക്കൻഡ്. നമ്മളതിനെ എന്ത് പറയും? മീറ്റർ PER പെർ സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. പക്ഷേ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ചെറിയ യൂണിറ്റാണ്. നമ്മളൊരു വണ്ടിയുടെ സ്പീഡൊക്കെ പറയുന്നത് എന്തില്ല? കാരണം വണ്ടി ഒരുപാട് ദൂരം സഞ്ചരിക്കില്ലേ. മീറ്ററിൽ അളന്നുകൊണ്ടിരുന്ന ഭയങ്കര വലിയ സംഖ്യയാവുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തിലളക്കും? നമ്മൾ വലിയ ദൂരങ്ങൾ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കിലോമീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്റർ പെർ സെക്കൻഡല്ലോ, കിലോമീറ്റർ പെർ അവർ. നിങ്ങളുടെ വണ്ടികളുടെയൊക്കെ സ്പീഡോമീറ്ററിൽ കിലോമീറ്റർ പെർ അവർ എന്നായിരിക്കും എഴുതിയേക്കുന്നത്. കാരണം വണ്ടി സഞ്ചരിക്കുന്ന കിലോമീറ്റർ ദൂരങ്ങളിലല്ലേ, അതായത് മീറ്റർ അളന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചോദിക്കുക, നമുക്കിത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. സാധാരണ പറഞ്ഞ യൂണിറ്റ് ഏതാ? മീറ്റർ പെർ സെക്കൻഡ്. വലുത് അളക്കുമ്പോൾ നമ്മൾ പറഞ്ഞ യൂണിറ്റ് ഏതാ? കിലോമീറ്റർ അല്ലേ? കിലോ മീറ്റർ പെർ എന്താണ്? അവർ. എപ്പോഴും കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും കേട്ടോ, അവർ. അപ്പോൾ എങ്ങനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാം? സിമ്പിൾ അല്ലേടാ, ആലോചിച്ച് നോക്ക്. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്ററാണ്? 1000 മീറ്ററാണ്. 1 അവർ എന്ന് വെച്ചാൽ എത്ര സെക്കൻഡാണ്? 60 × 60 3600 0 0 വെട്ടിപ്പോയാൽ നമുക്ക് പിന്നെ എത്ര കിട്ടും? 100/2 0 വെട്ടാമല്ലോ, വെട്ടാം. 1 0 കൂടെ വെട്ടി എത്ര കിട്ടും? 10/36 എന്ന് കിട്ടും. എടാ 2 വെച്ച് വെട്ടടാ, 10 വെട്ടുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. 36 വെട്ടുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലാക്കാൻ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ മീറ്റർ പെർ അവറിനെ കിലോമീറ്റർ പെർ അവറിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
പറഞ്ഞു തിരിഞ്ഞു പോയി അല്ലേ, തിരിഞ്ഞു പോയി. എന്താണ് കിലോമീറ്റർ പെർ അവർ തന്നിട്ടുള്ളതിനെയാണ് മീറ്റർ പെർ സെക്കൻഡിലൊക്കെ എന്ത് ചെയ്താൽ മതി 5/80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ യൂണിറ്റ് വരും. അതായത് കിലോമീറ്റർ പെർ അവർ തന്നു, കിലോമീറ്റർ പെർ അവർ തന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ് എടാ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ തന്നിട്ടുള്ള ടേമിന് എന്ത് ചെയ്താൽ മതി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നോക്കുക, അതല്ലേ പറഞ്ഞേക്കുന്നത്, എന്നേരത്തെ പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയാം. 1 കിലോമീറ്റർ പെർ അവർ 5/18 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ പെർ അവർ എത്രയായിരിക്കും, 2 × 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കണ്ടോ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ നമ്മൾ ആ സംഖ്യയോടൊപ്പം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആ സംഖ്യയോടൊപ്പം നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓർത്ത് വയ്ക്കുക, കിലോമീറ്റർ പെർ അവറിൽ തന്ന വാല്യൂവിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5/18 എവിടെ നിന്ന് കിട്ടി, അത് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്ററും 1 മണിക്കൂർ എന്ന് വെച്ചാൽ 3200 സെക്കൻഡുമാണ്. നമ്മൾ വെട്ടി ചെയ്തപ്പോൾ നമുക്ക് 5/18 എന്ന് കിട്ടി. ഓക്കെയാണ്. അപ്പോൾ സ്പീഡെന്ന് വെച്ചാൽ എന്താ, സ്പീഡ് കൂടിപ്പോകുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ട്, മനഃപൂർവ്വം കൂട്ടുന്നതാണ്. ഇതൊന്നും അധികം സമയം എടുത്ത് എഴുപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മൊബൈൽ ഡേറ്റ അങ്ങനെ ചുമ്മാ എനിക്ക് വേണ്ടി കളയണ്ടെന്നേ, നമുക്ക് സ്പീഡ് പഠിച്ചു പോവാം. അപ്പോൾ എന്താ സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ഓഫ് സ്പീഡ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. ഫോർമുല എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, ഞാൻ നോട്ട് തരുമ്പോൾ മാറ്റിക്കോളാം കേട്ടോ, വേറൊന്നുമില്ല. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ ടൈമാണ് എന്ത് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്, സ്പീഡിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ വലിയ യൂണിറ്റ് അല്ലെങ്കിൽ കോമൺലി യൂസ് യൂണിറ്റ് ആണ് കിലോമീറ്റർ പെർ അവർ. 1 കിലോമീറ്റർ പെർ അവർ എന്നാൽ 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെയാണ്. നോക്കടാ, ഒരു ബസ് ട്രാവൽ ചെയ്യുന്നു 75 മീറ്റർ 5 സെക്കൻഡിൽ, മറ്റൊരു ബസ് ട്രാവൽ ചെയ്യുന്നു 112 മീറ്റർ 7 സെക്കൻഡിൽ. ആരായിരിക്കും ഫാസ്റ്റ്, സിമ്പിളാണ്, 75/5 ചെയ്യണം. ആദ്യത്തെ അതിൻ്റെ സ്പീഡ് കിട്ടാൻ 75/5 ചെയ്യണം, 15 എന്ന് കിട്ടും. രണ്ടാമത്തെ 112/7 ചെയ്യണം, എത്ര കിട്ടും, 16 എന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും വേഗത്തിൽ പോകുന്ന ആരാ, ബി ആണ്. 16 മീറ്റർ പെർ സെക്കൻഡാണ് കൂടുതൽ വേഗത എന്ന് പറയുന്നത്. ഇവിടെ നോക്കി ഇതുപോലെ കണ്ടുപിടിച്ച് 400/150, 400/120, 400/400 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ബി ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത്, 3.33 കിട്ടും. മതി, നിർത്തി ഇത്ര തന്നെ എന്ന് പഠിക്കുന്നുള്ളൂ. യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.